നമ്മുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് മുൻപായി മിനി PC-യുടെ പറയാതെ വയ്യൻ്റെ പ്രണയമേ എന്ന കൃതിയുടെ കവർ റിലീസ് നടക്കുകയാണ്. അതിലേക്കായി നമ്മുടെ അതിഥികളായ PF മാത്യു സാറിനെയും ജിസ ജോസ് മാമിനെയും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. സെഷനിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ, ഈ വിഷയത്തിൻ്റെ ഒരു ചർച്ച വന്നപ്പോൾ തന്നെ ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. നമുക്കറിയാം, സെൻറ്റിമെൻ്റലിസം എന്ന വാക്ക് ഒരു 18-ാം നൂറ്റാണ്ടിലെ നോവലുകളിൽ നിന്നാണ് ആദ്യം സാമുവൽ റിച്ചാർഡ്സൻ്റെ പമേല എന്ന നോവലാണ് ഈ സെൻറ്റിമെൻ്റലിസത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു നോവലായിട്ട് പറയപ്പെടുന്നത്. ഈ നോവലിലെ കഥാപാത്രമായ 15 വയസ്സുകാരിയെ പമേല എന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മരിക്കുന്നു. ഇവളൊരു വീട്ടുവേലക്കാരിയായിട്ട് ഒരു വീട്ടിൽ മിസ്റ്റർ ബി എന്ന് പറയുന്ന ഒരു ധനികൻ്റെ വീട്ടിൽ ജോലി ചെയ്യുകയും അദ്ദേഹം മാതാപിതാക്കളുടെ മരണശേഷം ഈ പെൺകുട്ടിയെ പല രീതിയിൽ തൻ്റെ ആഗ്രഹപൂർത്തീകരണത്തിനായും ഒക്കെ സമീപിക്കുകയും ഈ പെൺകുട്ടി തൻ്റെ വെർച്യു, അവളുടെ ചാരിത്രം സംരക്ഷിക്കാനും പവിത്രതയ്ക്കും വേണ്ടി നിരന്തരമായ കത്തുകൾ എഴുതി ഈ യജമാനനോട് പറയുന്നതും അവസാനം ഈ പെൺകുട്ടിയെ ഇയാൾ മാനസാന്തരപ്പെട്ട് ഈ പെൺകുട്ടി തന്നെ വിവാഹം കഴിക്കുന്നതൊക്കെയാണ് പമേല എന്ന നോവലിൻ്റെ വിഷയമായിട്ട് വരുന്നത്. അപ്പം വൈകാരികതയുടെ ബേസിലാണ് സെൻറ്റിമെൻ്റലിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തണൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. ഇതേ പമേല തന്നെയാണ് നമുക്ക് മലയാളത്തിൽ നമ്മുടെ ആദ്യത്തെ നോവലായ ഇന്ദുലേഖയിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇന്ദുലേഖ തൻ്റെ സൂര്യൻ നമ്പൂതിരിപ്പാടിൻ്റെ കടന്നുകയറ്റങ്ങളെ, അതല്ലെങ്കിൽ തൻ്റെ വൃദ്ധനായ സൂര്യൻ നമ്പൂതിരിപ്പാടിൽ നിന്നും മാറി അദ്ദേഹത്തിൻ്റെ പ്രണയ സാഫല്യത്തിലേക്ക് മാധവനെ സ്വീകരിക്കുന്ന ഇന്ദുലേഖയുടെ ചാരിത്രവും ഇന്ദുലേഖയുടെ പ്രണയവും ഇന്ദുലേഖയുടെ ആത്മസമർപ്പണവും ഒക്കെയാണ് ആ നോവലിലും വരുന്നത്. ഈ 2 നോവലുകളാണ് പ്രധാനമായിട്ടും നമുക്ക് സെൻറ്റിമെൻ്റലിസം വേണ്ടേ സാഹിത്യത്തിൽ എന്ന ചോദ്യത്തിന് ആദ്യം തന്നെ ഒരു അടിത്തറയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ വൈകാരികതയ്ക്ക് പ്രാധാന്യമാണ് സാഹിത്യത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. നമുക്ക് ഈ ചർച്ച തുടങ്ങി വെക്കാനായിട്ട് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ എഴുത്തുകാരൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ എഴുത്തുകാരൻ PF മാത്യു സാറിനെ ക്ഷണിക്കാം. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഒരു തീർച്ചക്കുറവുണ്ട് ഈ വിഷയത്തിൽ. എന്നാലും എൻ്റെ ഒരു തോന്നലുകൾ പങ്കുവയ്ക്കാമെന്ന് തോന്നുന്നു. ഈയിടെ ഒരു 800 പേജോളം വലിപ്പം വരുന്ന ഒരു നോവൽ വായിക്കാനിടയുണ്ടായി. മലയാള നോവലാണ്. ആ നോവലിൽ പറയുന്നത് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ്. റഷ്യൻ വിപ്ലവം, അതിനിടയിൽ സ്റ്റാലിൻ്റെ ഭീകരതകൾ, അത് കഴിഞ്ഞ ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരു കൃഷിശാസ്ത്രജ്ഞനെ പട്ടിണിക്കിട്ട് കൊന്നുകളയുന്ന അതാണ് അതിൻ്റെ വിഷയം. ആ നോവൽ മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ധാരാളം അറിവുകൾ കിട്ടി. ആ വിപ്ലവകാലത്തെ റഷ്യയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ലാത്ത പല കാര്യങ്ങളും കിട്ടി. ജനിതക വിജ്ഞാനീയത്തെക്കുറിച്ചുള്ള കുറേ അറിവുകൾ കിട്ടി. ആ തലത്തിൽ എനിക്ക് കൊള്ളാം. ഞാൻ ഒരുപാട് ചിന്തിച്ചു. ഏകാധിപത്യം വളരുന്ന വഴി, സ്റ്റാലിനിസത്തിൻ്റെ കടന്നുകയറ്റം, നമ്മളെങ്ങനെയാണ് ഇതൊക്കെ ബാധിക്കുന്നത് എന്നുള്ള അവസ്ഥ, ഇതൊക്കെ ചിന്തിച്ചു. പക്ഷേ എൻ്റെ അനുഭവ തലത്തിൽ ഒരിടത്തും ഇത് തൊട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ടാണിത് സംഭവിച്ചത്. അപ്പോൾ എനിക്ക് പെട്ടെന്നെത്തിയ ഒരു കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ: അതിലൊരു വൈകാരികതയില്ല. നമ്മളുടെ വികാരങ്ങളെ തൊടുന്ന യാതൊന്നും അതിൽ സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു ധാരണയാണ് എനിക്ക് ഉണ്ടായത്. അപ്പോൾ ഈ വൈകാരികത എന്ന് പറയുന്നത് നമ്മളുടെ ഒരു രീതിയിൽ വളരെ മോശപ്പെട്ടൊരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിവൈകാരികത. ഉദാഹരണത്തിന്, ഒരേ കാലത്ത് ജനിച്ചവരാണ് ചങ്ങമ്പുഴയും വൈലോപ്പിള്ളിയും. പക്ഷേ ചങ്ങമ്പുഴയുടെ എഴുത്ത് അമിതമായ സെൻറ്റിമെൻ്റലിസത്തിൽ ആവിഷ്ടമായ ഒരു കുത്തിയൊഴുക്കായിരുന്നു. വൈലോപ്പിള്ളി നേരെ തിരിച്ചുമായിരുന്നു. അപ്പോൾ ചങ്ങമ്പുഴയാണ് ഏറ്റവും പോപ്പുലറായിരുന്നത്. വൈലോപ്പിള്ളി ഇപ്പോഴാണ് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. അന്ന് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നല്ല, കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ അമിതമായ വൈകാരികത, അതിനെയാണ് സെൻറ്റിമെൻ്റലിസം എന്ന് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ആവണം. നമുക്ക് ഈ വൈകാരികത ഇല്ലാതെ ഒരു കലാസൃഷ്ടിയും നടത്താനൊക്കില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അതായത് ഈ നമ്മൾ പുരാണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധാരി വിലാപം തന്നെ എടുക്കുക. 100 മക്കൾ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ഒരു വിലാപം
വല്ലാത്തൊരവസ്ഥയാണത്. അത്രയ്ക്ക് ഒരു തീവ്ര വൈകാരികത ഉളവാക്കുന്ന മുഹൂർത്തങ്ങൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ അർണോസ് വാതിരി രചിച്ച പുത്തൻ പാനയിലെ ഒരമ്മയുടെ വിലാപമുണ്ട്. യേശുവിൻ്റെ മരണം അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വിലാപമാണ്. അതും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത തീവ്രമായ ദുഃഖം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വൈകാരികതയുടെ സ്പർശമില്ലാതെ ഒരു സാഹിത്യകൃതിയും രചിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതെങ്ങനെ വരണം എന്നുള്ളതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ അതിവൈകാരികത കൊണ്ട് നിറച്ച് കാൽപ്പനികമായി എഴുതിയ ധാരാളം കൃതികളുടെ ഒരു ജീർണത നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അത് നമ്മൾ ഈ വൈകാരികതയും കാൽപ്പനികതയും തമ്മിൽ വളരെയധികം ബന്ധപ്പെടുത്തിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഞാൻ ഈയിടെ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇറങ്ങിയ ഒരു റീല്, ആ റീലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെൻറ്റിമെൻ്റലാണ്, ഭയങ്കര റൊമാൻറ്റിക്കുമാണ്. ഒരു പുസ്തകത്തെക്കുറിച്ചുള്ളൊരു റീലാണ്, 30 സെക്കൻഡോ മറ്റോ ഉണ്ടായിരുന്നുള്ളത്. ആ റീലിനെ തുടർന്ന് ആ പുസ്തകം പെട്ടെന്ന് സൂപ്പർ ഹിറ്റായിട്ട് മാറി. ഈ പുസ്തകം വളരെ പഴയ പുസ്തകവുമാണ്. ഇത് കുറച്ചൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്, ഒരു കാൽപ്പനികമായൊരു പുസ്തകമാണ്. സാഹിത്യം എന്ന നിലയിൽ അത്ര മികച്ച ഒരു പുസ്തകവുമല്ല. പക്ഷെ പെട്ടെന്ന് ഇത് കുതിച്ച് കയറാൻ തുടങ്ങി അതിൻ്റെ വിൽപ്പന. അപ്പോൾ ഞാനിത് ആലോചിക്കുന്നത് ഇതാണ്, ഈ ഒരു വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു റീല് കണ്ടിട്ട് അത് പുസ്തകം പോയി, ഇപ്പോൾ പുതിയ തലമുറ പലപ്പോഴും പുസ്തകം കടയിൽ പോയി വാങ്ങാറില്ല എന്ന് പോലും കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള പുതിയ തലമുറയാണ് ഈ പുസ്തകം ചെന്ന് വാങ്ങിയത്. അപ്പോൾ ഈ സെൻറ്റിമെൻ്റലിസം ഉണ്ടാക്കുന്ന ഒരു വലിയൊരു അപകടകരമായ ഒരു അവസ്ഥയും കൂടി എനിക്ക് ബോധ്യമുണ്ട്. അതായത് നമ്മളുടെ പൈങ്കിളി എന്ന് പറയപ്പെടുന്ന, നമ്മൾ പണ്ടേ ഉപേക്ഷിച്ച പൈങ്കിളി എന്ന് പറയപ്പെടുന്ന സാഹിത്യം കൈകാര്യം ചെയ്തിരുന്നത് വളരെ കാൽപ്പനികമായ അതിവൈകാരികതയായിരുന്നു. അതിൻ്റെ ജീർണത മുഴുവൻ നമ്മൾ എന്നേ ഉപേക്ഷിച്ച് കഴിഞ്ഞതാണ്. അത് വീണ്ടും തിരിച്ചു വരികയാണോ എന്നൊരു ഭയം എനിക്ക് നന്നായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, എല്ലാ പുസ്തക പ്രസാധനങ്ങളും കച്ചവടം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കച്ചവടം വർദ്ധിപ്പിക്കാൻ എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക എന്നുള്ള ഒരു അവസ്ഥയുണ്ടത്. അപ്പോൾ നല്ല വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കച്ചവടം സാധിക്കില്ല, ഒരു മികച്ച കലയെ സൃഷ്ടിക്കുന്ന ഒരു കച്ചവടം സാധിക്കില്ല. കച്ചവടത്തിന് ഇത് പുസ്തകം വിറ്റഴിയുക തന്നെ വേണം. അപ്പോൾ വിറ്റഴിയാനായിട്ടുള്ള അതിനുള്ള എല്ലാ പരിപാടികളും അത് ചെയ്യും. അപ്പോൾ അതികാൽപ്പനികതയും അതിവൈകാരികതയുള്ള പുസ്തകങ്ങളാണ് വിറ്റഴിക്കപ്പെടുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് പ്രസിദ്ധീകരിക്കുക തന്നെ ചെയ്യും. അത് വായനക്കാരൻ്റെ ഒരു ബൗദ്ധികത ഒരു വിഷയമല്ല. കാരണം നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്തെ ബൗദ്ധികമായ എല്ലാത്തിനുമെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ രാഷ്ട്രീയം പോലും കുറേ വിഡ്ഢികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാത്തിനോടും പിന്താങ്ങുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ അതിവൈകാരികത അപകടകരം തന്നെ അല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എഴുത്ത് എങ്ങനെ വേണം എന്നുള്ളതിൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് പഴയ 100 വർഷങ്ങൾക്ക് മുമ്പ് ചെക്കോവ് പറഞ്ഞ കാര്യം തന്നെയാണ്. അമിത വൈകാരികത തൂങ്ങാത്ത, ഭാരമാകാത്ത വാചകങ്ങൾ കൊണ്ട് വേണം എഴുതാൻ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അമിത വൈകാരികത തൂങ്ങാത്ത വാചകങ്ങൾ കൊണ്ട് വേണം എഴുതുവാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റെപ്പി യാത്രയുണ്ട്. സ്റ്റെപ്പി എന്ന് പറഞ്ഞ സമതലത്തിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയുണ്ട്. ആ യാത്രയിലുടനീളം ചെക്കോവ് കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. മരിയ ചെക്കോവിന് പെങ്ങൾക്ക് കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഈ കത്തുകൾ എടുത്തിട്ട് അദ്ദേഹം ഒരു നോവലറ്റാക്കി മാറ്റിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ അമിത വൈകാരികത ഇല്ലാതെ ക്ലാസിക്കുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനൊരു അവസ്ഥ കൂടി നിലവിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ജേക്കബ് ഉന്നയിച്ച ആ വിഷയം ഞാൻ ഒന്നുകൂടി വിസ്താരപ്പെടുത്തിയെന്നുള്ളത് കൂടുതൽ ചർച്ച ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും മാത്യു സാർ ഒരു വളരെ ശക്തമായ ഒരു നിലപാടാണ് അറിയിച്ചത്. അപ്പം ജിസ ടീച്ചറിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം മുട്ടത്ത് വർക്കിയുടെ നോവലുകൾ ഒരു കാലത്ത് നമ്മൾ പൈങ്കിളി സാഹിത്യം എന്ന് പറഞ്ഞ് കാറ്റഗറി ചെയ്ത് തരംതിരിച്ച് മാറ്റിവെച്ചിരുന്ന മുട്ടത്ത് വർക്കിയുടെ നോവലുകളിൽ മലയോര അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിൻ്റെ പല ശക്തമായ ജീവിത ദൃശ്യങ്ങളും അതിലുണ്ട്. അപ്പം സാറ് ഉന്നയിച്ചൊരു മാത്യു സാർ പറഞ്ഞത് ഈ അമിത വൈകാരികത പൈങ്കിളി സാഹിത്യം വീണ്ടും കടന്നു വരുന്നു, വായനക്കാർ അത് സ്വീകരിക്കുന്നു. ഇതിനോടുള്ള ഈ അമിത വൈകാരികതയുള്ള ഒരു എഴുത്തുകാരി എന്ന നിലയിലുള്ള ജിസ ടീച്ചറിൻ്റെ പ്രതികരണം എന്താണ്? എല്ലാവർക്കും നമസ്കാരം. ഇതേ മാത്യു സാറ് പറഞ്ഞ പോലെ നമുക്കിത് കേൾക്കുമ്പോൾ ഇതെന്താണ് എന്നുള്ളൊരു വ്യക്തതയില്ലായ്മ ശരിക്കും ഉണ്ട്. ഇപ്പോൾ പറയുമ്പോഴും സെൻറ്റിമെൻ്റലിസം, റൊമാൻറ്റിസിസം ഒക്കെ ഉള്ളത് നമ്മൾ തിയറി ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. പരീക്ഷയ്ക്ക് എഴുതാനുള്ള ഒരു സംഗതിയായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സാഹിത്യത്തിൽ വരുന്നത്, ബോധപൂർവമാണോ വരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ആലോചിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഒരല്പം സെൻറ്റിമെൻ്റലിസം വേണ്ടേ സാഹിത്യത്തിൽ നിന്നാണ് വിഷയം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരല്പം സെൻറ്റിമെൻ്റലിസം മതിയോ സാഹിത്യത്തിൽ നിന്നാണ് എൻ്റെ ഒരു സംശയം.
ഇപ്പോൾ സെൻറ്റിമെൻ്റൽ അല്ലാത്ത വെച്ചാൽ അതിവൈകാരികത എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ സെൻറ്റിമെൻ്റലിസം എടുക്കുന്നത്, വികാരാത്മകത എന്നുള്ള രീതിയിൽ തന്നെ എടുക്കുകയാണ്. അപ്പോൾ റൊമാൻറ്റിസിസവും സെൻറ്റിമെൻ്റലിസവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം വളരെ ലോലമായിട്ടുള്ളതാണ്. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. സൂക്ഷ്മമായിട്ട് ആലോചിക്കുമ്പോൾ റൊമാൻറ്റിസിസത്തിൽ കുറച്ച് കൂടുതൽ വിഷാദാത്മകതയുണ്ട്, സെൻറ്റിമെൻ്റലിസം കുറച്ചും കൂടി പ്രത്യാശാഭരിതമാണ് എന്നൊക്കെ അതിൻ്റെ ഒരു തിയറിറ്റിക്കലായിട്ട് പറയാം. അപ്പോൾ സെൻറ്റിമെൻ്റലിസം തീർച്ചയായിട്ടും സാഹിത്യത്തിൽ വേണം. സാഹിത്യം എല്ലാത്തരം സാഹിത്യത്തിലും, ഫിക്ഷനിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു നോൺ ഫിക്ഷൻ പോലും, പലതരത്തിലുള്ള നോൺ ഫിക്ഷൻ പോലും പലപ്പോഴും ആസ്വാദ്യമാവുന്നത് സെൻറ്റിമെൻ്റലിസത്തിൻ്റെ ഒരു സ്പർശം ഉള്ളതുകൊണ്ടാണ്. വെച്ചാൽ വളരെ സാധാരണമായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങൾ, നിത്യസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ, ഡേ ടു ഡേ ലൈഫ് പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ അത്തരം കാര്യങ്ങൾ ആവിഷ്കരിക്കുക, അതിലൂടെ അസാധാരണമായിട്ടുള്ള ജീവിതത്തിലേക്ക്, അനുഭവങ്ങളിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ളൊരു സാധ്യത. ഇപ്പോൾ സക്കറിയാണെന്ന് തോന്നുന്നു എവിടെയോ പറഞ്ഞത്, ഞാൻ വായിച്ചത് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്, വളരെ മികച്ച കൃതികളും വേദാന്തം, യുക്തിയുമായിട്ട് ബന്ധപ്പെട്ട, യുക്തിവാദവും ദാർശനികതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ മാത്രം വായിക്കുന്ന, അത്തരം വായനാശീലമുള്ള ഒരാളൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ അത് വളരെ നിർജീവമായി പോകാൻ സാധ്യതയുണ്ട്. ഈ അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം വളരെ ബഹുസ്വരമായിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള അനുഭവ പരിസരങ്ങൾ ആവിഷ്കരിക്കുന്ന സാധാരണമായിട്ടുള്ള പുസ്തകങ്ങൾ, സാധാരണക്കാരുടെ ജീവിതം ആവിഷ്കരിക്കുന്ന പുസ്തകങ്ങൾ, അതൊക്കെ വായിക്കുമ്പോഴാണ് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള പുതുമയുള്ള ജീവിതങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുക. ഈ വാക്കുകളിലല്ല അദ്ദേഹം പറയുന്നത്, ഏകദേശം ഈ ആശയമാണ് അദ്ദേഹം പറയുന്നത്. ജനപ്രിയ സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത്. അപ്പം നമ്മൾ പൈങ്കിളി എന്ന് പറഞ്ഞ് ജനപ്രിയ സാഹിത്യത്തെ ഒരു കാലത്ത് വളരെ മോശമാക്കി വെച്ചിട്ടുണ്ട്. ആർ നരേന്ദ്രപ്രസാദ് പറയുന്നുണ്ട്, കടലാസിലുള്ള വേശ്യാലയമാണ് ജനപ്രിയ സാഹിത്യം എന്ന് പറയുന്നുണ്ട്, പൈങ്കിളി സാഹിത്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്ര മഹാനായിട്ടുള്ള നായകനെ ആവിഷ്കരിക്കണമെങ്കിലും ഉള്ളിത്തൊലി കണക്കെയുള്ള അവൻ്റെ പ്രേമം പറഞ്ഞാൽ മാത്രമേ അതിൽ കഥയുണ്ടാവൂ. അങ്ങനത്തെ ആ രീതിയിലാണ് പൈങ്കിളി സാഹിത്യം എഴുതുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. നായകൻ വളരെ കേമപ്പെട്ടവനായിരിക്കും, പക്ഷെ അവിടെ കേന്ദ്രമാവുന്നത് അവൻ്റെ പ്രേമമാണ്. ആ പ്രേമാണെങ്കിലോ അദ്ദേഹം പറയുന്നതാണ്, എൻ്റെ വാക്കുകളല്ല, ഉള്ളിത്തൊലി കണക്കെയുള്ള പ്രേമം. വളരെ വളരെ പരിഹാസത്തോടെയാണ് അത് പറയുന്നത്. ഇപ്പോൾ പൈങ്കിളി സാഹിത്യം എന്ന് വെച്ചാൽ പ്രേമമാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നും അതിൽ ചർച്ച ചെയ്യുന്നില്ല. പ്രേമഭംഗം, നൈരാശ്യം, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ്, അത് ജീവിതവുമായിട്ട് ബന്ധമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിരീക്ഷണങ്ങൾ വളരെ സുലഭമായിട്ടൊരു കാലത്തുണ്ട്. ഇപ്പോഴാണ് നമ്മൾ പൈങ്കിളി സാഹിത്യം എന്നുള്ള വാക്ക് ഉപേക്ഷിച്ചു ജനപ്രിയ സാഹിത്യം എന്ന രീതിയിൽ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ജനപ്രിയമാവുന്നത് അതും കൂടി നമ്മൾ ആലോചിക്കണം. വളരെ ഗൗരവമായ, ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ വളരെ കുറച്ച് പേര് വായിക്കുകയും അതേസമയം ഇത് ജനപ്രിയമാവുകയും ചെയ്യുന്നു. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? എല്ലാ വായനക്കാരെയും വായനക്കാരുടെ അല്ലെങ്കിൽ അനുവാചകരുടെ പ്രശ്നമാണ് അതെന്ന് പറഞ്ഞിട്ട് അതിനെ ഇകഴ്ത്തി അല്ലെങ്കിൽ ഒന്നടങ്കം അനുവാചകരെ കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. ഒരു ജനപ്രിയ സാഹിത്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയിൽ കേട്ടതാണ്. ഒരു കാലത്ത് മംഗളം വാരികയ്ക്ക് 20 ലക്ഷം കോപ്പികളൊക്കെ അച്ചടിച്ചിരുന്ന ഒരു സുവർണകാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയധികം വളരെ മികച്ച പുസ്തകങ്ങൾ വളരെ കുറച്ച് കോപ്പികൾ മാത്രം ചിലവാകുമ്പോഴാണ് ഇത്തരം അതിലെ തുടർ നോവലുകൾ എഴുതുന്ന എഴുത്തുകാർ വളരെ പ്രശസ്തരാകുന്നത്. അപ്പോൾ മലയാളത്തിലെ അനുവാചകരെ ഒന്നടങ്കം അവരെ കൊള്ളില്ല എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് അതിൽ സെൻറ്റിമെൻ്റലിസം, അതിൽ ജീവിതവുമായിട്ടുള്ള ബന്ധം, ജീവിത ഗന്ധിത്വം എന്നൊക്കെ പറയുന്ന ചില സംഗതികളുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് സാഹിത്യത്തിൽ, ആസ്വാദകരെ ആകർഷിക്കുന്നതിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അല്പം സെൻറ്റിമെൻ്റലിസം അല്ല, അതിവൈകാരികത എന്നല്ല, വൈകാരികത അത് തീർച്ചയായിട്ടും സാഹിത്യത്തിൽ ആവശ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചങ്ങമ്പുഴയുടെ ഒക്കെ കാലത്താണ് നമ്മൾ ഈ അതിവൈകാരിക സെൻറ്റിമെൻ്റലിസത്തെക്കുറിച്ചൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. രമണൻ, ഞാൻ വിചാരിക്കുന്നത് സഞ്ജയനാണ് ഏറ്റവും അധികം ചങ്ങമ്പുഴയെ വിമർശിച്ചിട്ടുള്ള ആൾ. ചങ്ങമ്പുഴയുടെ കാവ്യശൈലിയെ, മഹാകവി കോരപ്പുഴ എന്ന പേരിൽ അദ്ദേഹം ഒരു കഥാപാത്രത്തെ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കോരപ്പുഴയുടെ കവിതകളൊന്നും ആരും പ്രസിദ്ധീകരിക്കുന്നില്ല. ഇനി അഥവാ കോരപ്പുഴ സ്വയം ഇത് പ്രസിദ്ധീകരിക്കുകയും പുസ്തകമായിട്ട് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയൊക്കെ ആണെങ്കിൽ ചങ്ങമ്പുഴയെ ആളുകൾ തെക്കൻ കോരപ്പുഴ എന്ന് വിളിച്ചു കളയുമോ എന്നൊക്കെ അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ കോരപ്പുഴ എഴുതിയൊരു കവിത വിശകലനം ചെയ്യുമ്പോൾ സഞ്ജയൻ അതേ മാതൃകയിൽ, കോരപ്പുഴയുടെ മാതൃകയിൽ ഒരു കവിത എഴുതുമ്പോൾ കോരപ്പുഴ അദ്ദേഹത്തോട് ചോദിക്കുന്നതിൽ ഓമന എവിടെയെന്നാണ്. അപ്പോൾ ഈ കവിതകളൊക്കെ മിസ്റ്റിസിസം വേണം, വിഷാദാത്മകത വേണം, അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ, ലളിത കോമള ചളപളത്വം
എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ റൊമാൻറ്റിക് കവിത ആവുള്ളൂ. അപ്പോൾ ഇതിൽ ഓമന എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിശദീകരിച്ച് കൊടുക്കുന്നത് ഈ കവിതകളെല്ലാം ഏതെങ്കിലും ഓമനയെ ഉദ്ദേശിച്ച് എഴുതിയതായിരിക്കണം. അത് ജീവനുള്ള ഓമനയല്ല, മിസ്റ്റിക് ഓമനയാണ്. അപ്പോൾ ചങ്ങമ്പുഴ മാത്രം ഏകദേശം 2000 അദ്ദേഹത്തിൻ്റെ കവിതകളിൽ മാത്രമായിട്ട് 2000-ൽ പരം ഓമനകളുണ്ടെന്നാണ് പറയുന്നത്. ഓമനകളും ഓമനകളുടെ പര്യായങ്ങളും. അപ്പോൾ ഇതൊക്കെ ഒരു കാലത്ത് സെൻറ്റിമെൻ്റലിസം എന്ന് പറയുന്ന സംഗതി എങ്ങനെയാണ്, എല്ലാ കാലത്തും അതിന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ചങ്ങമ്പുഴയുടെ കാലത്ത് അത് വളരെ ശക്തമായിട്ട് മലയാളത്തിൽ വന്നു. അതിന് സഞ്ജയനെ പോലത്തെ കവികൾ അതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ സ്ത്രീകളുടെ കവിതകളിലും വൈകാരികത എന്ന് പറയുന്നത് കവിതകളിലും കഥകളിലും ഒക്കെ വളരെ ശക്തമായ ഒരു സ്വാധീനമാണ്. അപ്പോൾ എല്ലാ സ്ത്രീകളുടെ മനസ്സിലും ഒരു ഭ്രാന്തി, ഒരു തട്ടിൻ പുറത്തെ ഭ്രാന്തി എല്ലാ സ്ത്രീകളും മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്ന് പറയും. അപ്പോൾ അവള് യഥാർത്ഥ ലോകത്തിൽ തുറന്നു പറയാനൊന്നും സാധിക്കാത്ത കാര്യങ്ങൾ പലപ്പോഴും ഈ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു ഇമേജിൻ്റെ രൂപകത്തിൻ്റെ മറവിലിരുന്നിട്ട് അവൾക്ക് വിളിച്ചു പറയാൻ പറ്റും. അത് ഭ്രാന്ത് കൊണ്ടാണ്, അത് ഉന്മാദം കൊണ്ടാണെന്ന് പൊതുജനം അവളെ എന്താ പറയുക വിമർശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ സരസ്വതി അമ്മയുടെയൊക്കെ കഥകളിൽ വളരെ എനിക്ക് തോന്നിയില്ല ഈ വൈകാരികത എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീകളുടെ രചനകളിലാണ് കൂടുതൽ. അത് പൊതു വിമർശനമായിട്ട് ഇന്നത്തെ കാലത്തും പറയാറുണ്ട്, സ്ത്രീകൾ എഴുതുമ്പോൾ ഇതൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ. അപ്പോൾ സ്ത്രീകൾ ശക്തമായിട്ട് വൈകാരികതയെ ചെറുത്ത് നിൽക്കുന്ന രചനകളും, അത് വൈകാരികതയല്ല അതിവൈകാരികതയെ അതിനെ പരിഹസിക്കുന്ന രചനകളും ധാരാളമായിട്ട് സ്ത്രീകൾ എഴുതിയിട്ടുണ്ട്. സരസ്വതി അമ്മ നല്ല ഉദാഹരണമാണ്. രമണി എന്നുള്ള കാവ്യമൊക്കെ ആലോചിച്ചാൽ മതി. അപ്പോൾ എല്ലാ കാലത്തും സെൻറ്റിമെൻ്റലിസം അത് ഏത് പരിധിയിൽ നിൽക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. സെൻറ്റിമെൻ്റലിസം വളരെ ആവശ്യമാണ്, അല്പം മാത്രം പോരാ. സാഹിത്യത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ കൂടുതൽ ആസ്വാദ്യമാക്കാൻ അതിൽ കൂടിയ അളവിൽ തന്നെ സെൻറ്റിമെൻ്റലിസം ആവശ്യമാണ്. അത് ഒരിക്കലും അതിവൈകാരികതയുടെ അതിലേക്ക് ചാടരുത്. ആ ഒരു മാർജിൻ, ആ ഒരു അതിര്, അത് എവിടെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് എഴുത്തുകാരൻ്റെ തീരുമാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ സംബന്ധിച്ച് എഴുതുക എന്നുള്ളത് തീർച്ചയായിട്ടും സെൻറ്റിമെൻ്റലിസം എനിക്ക് ആവശ്യമാണ്. കാരണം ഞാൻ എഴുതുന്നത് സാധാരണ ആൾക്കാരുടെ കഥയാണ്, സാധാരണ ജീവിതങ്ങളാണ്. അപ്പോൾ ആ ജീവിതത്തെ ആവിഷ്കരിക്കാൻ തീർച്ചയായിട്ടും സെൻറ്റിമെൻ്റലിസത്തിൻ്റെ അല്ലെങ്കിൽ വികാരരഹിതരായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ സാധിക്കില്ല. അപ്പോൾ എഴുത്തുകാരുടെ സാധാരണമായിട്ടുള്ള ജീവിതം, അവരുടെ ചിന്തകൾ, അതിലൂടെ അവരുടെ കുറച്ചൊക്കെ അസാധാരണമായിട്ടുള്ള അനുഭവങ്ങളും അതിൻ്റെ ആഴങ്ങളും അന്വേഷിച്ച് പോകുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എഴുത്ത്. അപ്പോൾ തീർച്ചയായിട്ടും വികാരാത്മകതയുടെ സഹായം എനിക്ക് ആവശ്യമാണ്. അത് അതിവൈകാരികതയാവാതിരിക്കാൻ കൃത്യമായൊരു ശ്രദ്ധ വേണം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ആ ശ്രദ്ധ ഞാൻ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ അതും എൻ്റെ ഉത്തരവാദിത്തമാണ്. മലയാള നോവലിനെ രണ്ടായി പകുത്ത ഖസാക്കിൻ്റെ ഇതിഹാസത്തിലാണ് രവി കൂമൻകാവ് ചെന്നിറങ്ങുമ്പോൾ മുട്ടത്തവർക്കിടെ നോവലും രവി അവിടെ കൊണ്ടുപോകുന്നുണ്ട് അതിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്കറിയാം ആധുനികതയുടെ വക്താവായ ഫ്രാൻസ് കാഫ്ക അദ്ദേഹത്തിൻ്റെ കാമുകയ്ക്ക് എഴുതിയ കത്തുകളിൽ പലയിടത്തും അതിവൈകാരികമായ കത്തുകളാണിത്. പലപ്പോഴും ഇത് മലയാളത്തിൽ വിവർത്തനം ചെയ്ത് വന്നിട്ടുണ്ട്. മെലേനയ്ക്ക് എഴുതിയ കത്തുകളിൽ ഓമനെ എന്നൊക്കെ വിളിച്ചിട്ടാണ്, വളരെ വൈകാരികപരമായിട്ടാണ് ഫ്രാൻസ് കാഫ്ക കത്തെഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മികച്ച പ്രാസംഗികനായ സുകുമാർ അഴീക്കോട്, അദ്ദേഹം വിലാസിനി ടീച്ചർക്ക് എഴുതിയ കത്തുകൾ നമുക്ക് വായിക്കാൻ പൊതു വായനക്കുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന കത്തുകൾ നീ ഇല്ലാതെ എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ സുകുമാർ അഴീക്കോട് പോലും ടീച്ചറിന് കത്തെഴുതിയിരിക്കുന്നത്. അപ്പം വൈകാരികത മലയാളി എപ്പോഴും അവൻ്റെ ബുദ്ധിജീവിതത്തിൻ്റെ അടിയിൽ ഒളിച്ചു വെക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത്. അപ്പം ജിസ ടീച്ചറിൻ്റെ ഈ അഭിപ്രായത്തിൽ സ്ത്രീകൾക്കാണ് വൈകാരികത കൂടുതൽ എന്നാണ് ടീച്ചറിൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അത് സൂക്ഷിക്കുന്നു, സ്ത്രീകളാണ് വൈകാരിക ജീവികൾ എന്ന് പറയുന്നു. ഇതിനോട് മിനി PC എന്ന എഴുത്തുകാരി എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വളരെ കൗതുകകരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്കായിട്ട് കിട്ടിയിരിക്കുന്നത്. ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുണ്ട് സാഹിത്യത്തിലെ ഈ ഈസത്തിന്. ഈ സബ്ജക്റ്റ് കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് വന്നത് 2010 ഓർഹാൻ പാമുക്ക് എഴുതിയിട്ടുള്ള നീവ് ആൻഡ് സെൻറ്റിമെൻ്റൽ നോവലിസ്റ്റ് എന്നുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ എഴുത്തിൻ്റെയും വായനയുടെയൊക്കെ വളരെ പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു പുസ്തകമാണത്. അപ്പം അതിൽ ആ ടൈറ്റിൽ കൊണ്ട് അദ്ദേഹം പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹം
വളരെ നേവായിട്ടുള്ള സെൻറ്റിമെൻ്റലായിട്ടുള്ള എഴുത്തുകാരനാണെന്നാണ്. അപ്പം വളരെ ആധുനികനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ, നോബൽ സമ്മാന ജേതാവ്, കണ്ടംപററി റൈറ്റർ, അങ്ങനെയുള്ളൊരു വ്യക്തി താൻ സ്വയം സെൻറ്റിമെൻ്റലാണ്, നേവാണ് എന്ന് അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ ടൈറ്റിൽ കിട്ടിയിരിക്കുന്നത് 1795 ഒരു ജർമ്മൻ ഫിലോസഫറായിട്ടുള്ള ഫ്രെഡറിക് ഷെല്ലർ, അദ്ദേഹം ഒരു കവി കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘലേഖനത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ടൈറ്റിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു വിഭാഗം നമ്മളിപ്പോൾ ചർച്ചയിൽ കേട്ട് കഴിഞ്ഞു, വൈകാരിക, ഞാനൊരു സെൻറ്റിമെൻ്റൽ റൈറ്ററാണ്, അല്ലെങ്കിൽ എഴുത്തിൽ സെൻറ്റിമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവം കുറഞ്ഞു എന്നൊക്കെ ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഒരു നോബൽ സമ്മാന ജേതാവായിട്ടുള്ള ഒരു എഴുത്തുകാരൻ പറയുന്നത് ഞാൻ ഒരു നേവാൻ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള എഴുത്തുകാരനാണെന്ന്. അപ്പോൾ ഫ്രെഡറിക് ഷെല്ലറിൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹം ഒരു ഫിലോസഫർ മാത്രമല്ല ഒരു കവിയും കൂടിയാണ്. അപ്പം അദ്ദേഹവും ഹോമറും ഒക്കെ പ്രകൃതിയായിട്ടും മനുഷ്യജീവിതവുമായിട്ടും വളരെ ഇഴചേർന്ന രീതിയിലുള്ള ഒരുപാട് അനുഭവ തലങ്ങൾ അവരുടെ രചനകളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. പണ്ട് കാലത്ത് നമുക്കറിയാം ക്ലാസിസത്തിനോടുള്ള ഒരു റിവോൾട്ടായിട്ടാണ് സെൻറ്റിമെൻ്റലിസം ഉയർന്നു വന്നത്. വളരെ സാമ്പ്രദായികമായ ചട്ടക്കൂടുകൾക്കകത്ത് നിന്നുകൊണ്ട് വളരെ നൂതനമായിട്ടുള്ള വൃത്തത്തിനനുസരിച്ച് കവിത എഴുതുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ തികച്ചും യുക്തിഭദ്രമായ രീതിയിലുള്ള എഴുത്തുകൾ വന്നു തുടങ്ങിയ സമയത്ത് അതിനകത്ത് നിന്നും മനുഷ്യൻ്റെ സെൻറ്റിമെൻ്റൽ ഘടകങ്ങൾ കുറഞ്ഞുപോയി, ഇല്ലാതെയായി എന്നൊക്കെയുള്ള ഒരു ആവലാതിയുടെ പുറത്താണ് ഈ റിവോൾട്ട് ഉണ്ടായത്, ഈ സെൻറ്റിമെൻ്റലിസം ഇതിനെ റിവോൾട്ട് ചെയ്തത്. ഈ പുതിയ നൂറ്റാണ്ടിൽ 2024 നമ്മളിവിടെ ഇരുന്ന് വീണ്ടും വേണോ സാഹിത്യത്തിൽ അല്പം സെൻറ്റിമെൻ്റലിസം എന്ന് പറയുമ്പോൾ അതിലൊരു ധ്വനിയുണ്ട്, ഇപ്പം തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ടായി, വേണ്ടേ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് രണ്ട് രീതിയിൽ കാണാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മാത്യു സാറ് പറഞ്ഞ പോലെ വളരെ ലാഭാധിഷ്ഠിതമായി എല്ലാ കാര്യങ്ങളെയും കാണുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാർക്കറ്റാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. അപ്പം മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ അത് എന്ത് തന്നെയായാലും ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉൽപ്പാദകൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ദൗത്യമായിട്ട് നമുക്ക് മുമ്പിലുള്ളത്. അത് എഴുത്തുകാരും പെടും. പൂർണ്ണമായിട്ടും എഴുത്തുകാർ മാർക്കറ്റിന് വേണ്ടി എഴുതണം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജെന്യുവനായിട്ട് എഴുതുന്നവരുണ്ട്, മാർക്കറ്റിന് വേണ്ടി എഴുതുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പണ്ട് കാലത്ത് മനുഷ്യൻ്റെ അക്കൗണ്ട് ചെയ്യപ്പെടാത്ത പല സംഭവങ്ങൾക്കും ഇപ്പോൾ ഒരു ഇൻഡെക്സിങ് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് പണ്ട് നമുക്കറിയാം ഹാപ്പിനെസ്സിനൊരു ഇൻഡെക്സ് ഉണ്ട്, അതുപോലെ തന്നെ പോവർട്ടിക്ക് ഇൻഡെക്സ് ഉണ്ട്, അതുപോലെ ഐക്യുവിന് ഇൻഡെക്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇമോഷൻസിന് ഇക്യുവിനും കൂടി ഇൻഡെക്സിങ് ആവശ്യമായിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കപ്പെടുന്ന പുസ്തകത്തിന് വേണ്ടി ഒരു പ്രൊപ്പോർഷനാലിറ്റി, ഇത്രയും സംഭവങ്ങൾ ഇന്ന അളവിൽ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു പുസ്തകമായിട്ട് വിപണിയിൽ എത്തുന്ന സമയത്ത് മേ ബി അതിനകത്ത് നിന്ന് മനുഷ്യൻ്റെ സെൻറ്റിമെൻ്റൽ ഘടകങ്ങൾ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നലിൽ നിന്നാവാം ഈ ഒരു ചർച്ച വന്നത്. മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ പണ്ട് കാലം മുതൽക്ക് തന്നെ സാഹിത്യത്തിൽ സെൻറ്റിമെൻ്റൽ ഘടകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടായിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് നിരൂപണങ്ങളും പഠനങ്ങളും അതിനെ സമീപിച്ചത്. ഒന്ന്, തീരെ വേണ്ട, ഗൗരവമായിട്ടുള്ള സാഹിത്യം മാത്രം മതി എന്ന് ചിലർ വിശ്വസിച്ചപ്പോൾ മറ്റു ചിലർ അത് വളരെ ജെന്യുവനാണ്, മനോഹരമാണ്, അതിൻ്റെ ലാവണ്യാത്മക തലങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം വായനക്കാരുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പൈങ്കിളി, മാപ്രസിദ്ധീകരണങ്ങൾ, അതിവൈകാരികതയുള്ളവയെ നമ്മളങ്ങനെ മാറ്റി നിർത്തി. പക്ഷേ എനിക്ക് പറയാൻ തോന്നുന്നത് അത് നമ്മുടെ കേരളത്തിൻ്റെ സാക്ഷരതയുടെ കാര്യമൊക്കെ എടുക്കുന്ന സമയത്ത് വളരെയധികം ആളുകളെ വായനയിലേക്കും അതുപോലെ തന്നെ പൈങ്കിളി വായിച്ച് വന്ന ഒരുപാട് പേര് ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള സാഹിത്യ വായനയിലേക്ക് മാറിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ലോക സാഹിത്യത്തിൽ ഇപ്പം നമ്മൾ മാപ്രസിദ്ധീകരണം അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒന്നിനെ മാർജിൻ ചെയ്ത് മാറ്റി നിർത്തി ലോക സാഹിത്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല സ്ത്രീകൾ മാത്രമാണ് അങ്ങനെ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള സംഗതികൾ എഴുതുന്നു എന്നുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവരുടെ ഉള്ളിലും വൈകാരികതയുണ്ട്. പിന്നെ അത് ചില ആളുകൾ എന്തു പറയുമ്പോഴും സ്ത്രീ അങ്ങനെ സ്ത്രീ ഇങ്ങനെ, അതൊക്കെ അവർക്ക് അവരുടെ ഒരു ആത്മീയ ദർശനമില്ലായ്മയുടെ കാര്യമാണ്. പുരുഷന്മാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എടുത്തു നോക്കുന്ന സമയത്ത് അതിനകത്ത് വളരെ വികാര നിർഭരമായിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ട്.
അതുപോലെ OV വിജയൻ്റെ കടൽ തീരത്ത് എന്നുള്ള കഥ നമ്മൾ വായിക്കുന്ന സമയത്ത് അതിനകത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മകനെ കാണാൻ പോകുന്ന വെള്ളായിയപ്പൻ്റെ ഒരു രംഗമുണ്ട്. അപ്പോൾ എതിരെ വരുന്ന പലരും അദ്ദേഹത്തെ പേര് വിളിക്കുന്നുണ്ട്. പരസ്പരം ആ പേര് വിളി മാത്രമേ ഉള്ളൂ. പക്ഷേ പരസ്പരം അറിയാവുന്ന രണ്ടുപേര് തമ്മിലുള്ള ആ പേരുവിളികൾ വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ ആ കഥയ്ക്കകത്തുണ്ട്. അപ്പോൾ ഒരു പുരുഷൻ കരഞ്ഞു അല്ലെങ്കിൽ ഒരു സ്ത്രീ കരഞ്ഞു എന്ന് പറയുമ്പോൾ അവർ വളരെ ദുർബലയാണ്, അല്ലെങ്കിൽ അവർക്ക് യാതൊരു ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള കഴിവില്ല, അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, നിലപാടില്ലാത്തവരാണ്. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം അവരുടെ മനസ്സിൽ സ്നേഹവും ആർദ്രതയും ഉണ്ടെന്നും അവർക്ക് ദൃഢമായിട്ടുള്ള മനുഷ്യബന്ധങ്ങളുണ്ടെന്നും സൊസൈറ്റിയായിട്ട് അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നും ചിന്തിക്കുന്നതല്ലേ നല്ലത്. കാരണം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ വേദന കാണാനും അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാനും ഒരാൾ മരിക്കുമ്പോൾ ഒന്ന് വിഷമിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ഈ വൈകാരികത എന്ന് പറയുന്ന വിഷയം ഒരു പുരുഷൻ്റെ വൈകാരികതയല്ല സ്ത്രീയുടെ അല്ല കുട്ടിയുടെ അല്ല മറ്റ് ഇതര കമ്മ്യൂണിറ്റികളുടെ. അത് വ്യക്തിപരമായി വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സാമൂഹികമായിട്ടും ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ വേറൊരു സാമൂഹ്യ സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത്രയും ഫീൽ ചെയ്തു എന്ന് വരില്ല. അപ്പോൾ ഇത് സാമൂഹികമായും വ്യക്തിപരമായും സാന്ദർഭികമായിട്ടും ഒക്കെ ഇത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ അതിവൈകാരികത എന്ന് പറഞ്ഞു, അതിനെ നമുക്ക് മാറ്റി നിർത്താം. എല്ലാ വൈകാരികതയും നമുക്ക് അങ്ങനെ അക്സെപ്റ്റബിൾ വൈകാരികതകളല്ല. ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള വൈകാരികതകളുണ്ട്. അതായത് ഒരു വീടിനകത്ത് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ചിന്തിക്കുകയാണ്, ഞാനാണ് ഏറ്റവും വലിയ ആൾ, എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ മറ്റവരത് ചെയ്യാതിരിക്കുന്ന സമയത്ത് അയാൾക്ക് വൈകാരികത ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അയാൾക്ക് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവുന്നു. അതൊക്കെ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള വൈകാരികതയാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് പറയുന്നത്, പണ്ട് കാലത്ത് വളരെ ബ്രോഡായിട്ടുള്ള ചിന്താഗതിയുള്ള മനുഷ്യരായിരുന്നു. അവർക്കൊക്കെ തന്നെ പ്രകൃതി കേന്ദ്രീകൃതമായിട്ടുള്ള മനുഷ്യബോധത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രകൃതിയിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞങ്ങൾ. അപ്പം നമ്മളില്ലാതായാലും ഈ പ്രകൃതി വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകും, പ്രപഞ്ചം മുന്നോട്ട് പോകും എന്നുള്ളൊരു ചിന്താധാരയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ സ്നേഹം ഉണ്ടാവും, അലിവുണ്ടാവും, വിനയം ഉണ്ടാവും, കരുണയുണ്ടാവും, മനുഷ്യന് വേണ്ട മറ്റുള്ള സഹജീവികൾക്ക് ദ്രോഹം ഉണ്ടാക്കാത്ത രീതിയിലുള്ള എല്ലാ സ്വഭാവ വിശേഷങ്ങളും ഉണ്ടാവും. അതേസമയം മനുഷ്യ കേന്ദ്രീകൃതമായ പ്രപഞ്ചബോധത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരാണ് എല്ലാം, അവർക്ക് വേണ്ടിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നതെന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടാവും. അത് അവരെ ചൂഷണത്തിനും, അവർ പ്രകൃതിയെ ചൂഷണം ചെയ്യും, ചുറ്റുപാടുകളെ ചൂഷണം ചെയ്യും, സഹജീവികളെ ചൂഷണം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരിൽ എവിടെയാണ് സെൻറ്റിമെൻറ്റ്സ്? അങ്ങനെയുള്ള മനുഷ്യർക്ക് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവുമോ? അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഈ ലോകത്തെ യുദ്ധമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അധികാരത്തിലിരിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ ദ്രോഹിക്കേണ്ട ഒരു കാര്യം ചെയ്യില്ലല്ലോ. അപ്പോൾ സാഹിത്യത്തിൽ സെൻറ്റിമെൻ്റലിസം വരുന്ന സമയത്ത് അത് ആ കഥയായാലും നോവലായാലും അത് ആവശ്യമാണോ, ആ സന്ദർഭത്തിന് ആവശ്യമാണോ എന്ന് മാത്രം ചിന്തിച്ചിട്ട് ആ ഒരു സന്ദർഭത്തിന് ഇമ്പാക്റ്റ്, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇമ്പാക്റ്റ് കൊടുക്കാൻ അതിന് കഴിയുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ ഉപയോഗിക്കുക. അല്ലാതെ ഇതൊരു നിർബന്ധിത നിർമ്മിതിയല്ല, അല്ലെങ്കിൽ ഒഴിച്ചു മാറ്റി നിർത്തേണ്ടുന്ന ഒരു സംഭവമല്ല. അപ്പം ഞാൻ വിശ്വസിക്കുന്നു കാലാതീതമായിട്ട് ചരിത്രാതീത കാലം മുതൽ എപ്പോഴും സാഹിത്യത്തിൽ വൈകാരികതയുടെ ഒരു ഒഴുക്കുണ്ട്, ഇപ്പോഴും ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. മാത്യു സാർ ആദ്യം പറഞ്ഞു പ്രസാധകരുടെ ഒരു പണിയാണ് ഈ ജനപ്രിയ സാഹിത്യം ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കുക എന്നുള്ളത്. അമേരിക്കയിലും മറ്റ് ലോകരാജ്യങ്ങളിലും ഈ പബ്ലിഷിംഗ് ഇൻഡസ്ട്രി തന്നെ നിൽക്കുന്നത് ഇത്തരം ഇത് തുടങ്ങി വന്നത് മിൽസ് ആൻഡ് ബൂൺസ് പോലുള്ള നോവലുകളുടെ ഒരു പരമ്പര നമുക്കറിയാം. അതുപോലെ തന്നെ കൗബോയ് ലിറ്ററേച്ചർ അവർ ധാരാളമായിട്ട് അമേരിക്കൻ പ്രസ്സുകൾ അച്ചടിച്ചു വിടുകയുണ്ടായി, കൗബോയ് സാഹിത്യം. ഇതുപോലെ ജനപ്രിയ സാഹിത്യം എല്ലാ കാലത്തും ഒരു വലിയ തരംഗമായിട്ട് തന്നെ ലോക സാഹിത്യം നോക്കിയാലും ലോക പബ്ലിഷിങ്ങിൽ, പ്രത്യേകിച്ചും പബ്ലിഷിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്, പ്രസാധന രംഗത്തുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ പ്രസാധകരും, കേരളത്തിലെ പ്രസാധകരും ഈ ജനപ്രിയ സാഹിത്യത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്. അപ്പം ധാരാളം കൃതികൾ, ആളുകൾക്ക് ഈ വൈവിധ്യം, വായനക്കാരന് വൈവിധ്യം നമ്മൾ നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വൈവിധ്യത്തെ അല്ലേ ശരിക്കും പറഞ്ഞാൽ എഴുത്തുകാരൻ നിലയിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഒരു വൈവിധ്യത്തെ സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ജീവിതത്തിലെമ്പാടും വൈകാരികതയുണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിപണിയാണ് നമ്മളെ കൊണ്ട് ഇത് പലതും ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ്. മനുഷ്യർക്ക് ആവശ്യമുള്ളതൊന്നും അല്ല ഇത്. ഒരു ഉദാഹരണത്തിന് എൻ്റെ ഒരു ബാല്യത്തിൽ ഞാൻ കൺസ്യൂം ചെയ്തത് മുഴുവനും അതിവൈകാരികതകളായിരുന്നു. അതായത് ഞാൻ ഓർക്കുകയാണ് തോപ്പിൽ ബാസിയുടെ തുലാഭാരം എന്ന് പറഞ്ഞ സിനിമ,
അതിനു മുമ്പ് അധ്യാപിക എന്ന് പറഞ്ഞൊരു സിനിമ, പിന്നെ ആകാശദൂത്, അവസാനം ടൈറ്റാനിക് വരെ. ഇപ്പോൾ ടൈറ്റാനിക് കാണുമ്പോൾ നമ്മൾ എവിടെയാണ് ചെന്ന് നിൽക്കുന്നത്? അതിൻ്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ജാക്കും റോസും വേർപിരിയാൻ പോകുന്നു, മരിക്കാൻ പോകുന്നു, നമ്മളങ്ങോട്ട് തകർന്നു പോവുകയാണ്, കരഞ്ഞു പോവുകയാണ്. അതിനപ്പുറത്തൊരു കപ്പലുണ്ട്, ആ കപ്പലിൽ അസംഖ്യം മനുഷ്യരുണ്ട്. ഒരു പ്രധാന പ്രശ്നത്തിൽ നിന്ന് മറച്ച് നമ്മളെ ഒരു എസ്കേപ്പ് ചെയ്യിക്കുക, രക്ഷപ്പെടുത്തുക. അതാണ് ഈ റൊമാൻറ്റിസിസം ചെയ്തുകൊണ്ടിരുന്നത്. ഈ വിപണി സാഹിത്യം അല്ലെങ്കിൽ വിപണിയുടെ കല എന്നും ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മനുഷ്യരുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞു, ജിസ പറഞ്ഞു വൈകാരികത ഇല്ലാതെ എഴുതാൻ പറ്റില്ല, അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണത്. നമ്മൾ ജീവിതത്തിലുള്ളതല്ലേ ഈ വൈകാരികത. നമ്മളെല്ലാം നിർവികാരരായിട്ടാണോ ജീവിക്കുന്നത്? അത് ഈ അസ്തിത്വവാദ കാലത്ത് സാഹിത്യത്തിൽ വളരെ കൃത്രിമമായിട്ടുണ്ടാക്കപ്പെട്ടൊരു സാഹിത്യമായിരുന്നു അത്. അതിപ്പോൾ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം എക്സിസ്റ്റൻഷ്യലിസം വ്യാപകമായപ്പോൾ നമ്മളുടെ ഇവിടെയും കുറേ അനുകരിക്കപ്പെട്ടു വന്നു. അപ്പോൾ നമ്മളുടെ നായകന്മാർ മുഴുവനും ജീവിത നിഷേധികളായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കാലത്തായിരുന്നു വൈകാരികതയ്ക്കെതിരായിട്ടുള്ള ഒരു സംസാരം ഉണ്ടായത്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ വൈകാരിക അതിശക്തമായൊരു ഒഴുക്കായിട്ട് നമ്മളെല്ലാവരും അതിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു പ്രളയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ ആവണം എന്നുള്ളതാണ്. എഴുത്ത് മാത്രമാണ് ഇത് വിധി കൽപ്പിക്കുന്നതെന്ന് ഞാൻ പറയുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ മിനി ഇവിടെ വിജയൻ്റെ കഥ പറഞ്ഞു, വിജയൻ്റെ കടൽ തീരത്ത് പറഞ്ഞു. നോക്കൂ എത്ര മനോഹരമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ആ കൃതിയുടെ മനോഹാരിത അതാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഖസാക്കിൻ്റെ മനോഹാരിത അത് വായിച്ച് നമ്മൾ കരയുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു പരിധിവരെ അതിൻ്റെ ഒരു സൗന്ദര്യാത്മകതയിൽ അഭിരമിക്കുകയും സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മളത് വായിച്ച് പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അസംബന്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ഒരു കൃതി കൊണ്ട് കരയിപ്പിക്കാൻ വേണ്ടി ഒരു കൃതി എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ അസംബന്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു കലാസൃഷ്ടി അനുഭൂതി ഉണ്ടാക്കുകയാണ് വേണ്ടത്. ആ അനുഭൂതിയാണ് ഇതിൽ വരേണ്ടതെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കാഫ്കയുടെ കാര്യം പറഞ്ഞു. ഈ കാഫ്ക അതിഭീകരമായ സെൻറ്റിമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കത്തുകൾ നമ്മൾ ഒരിക്കലും ഇവിടെ പരാമർശിക്കേണ്ട കാര്യമില്ല. നമ്മൾ കൃതികളെക്കുറിച്ച് തന്നെ പറയണം. കത്തുകൾ ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എഴുതുന്നതാണത്. കാഫ്കയുടെ ജഡ്ജ്മെൻറ്റ്, വിധി എന്ന് പറഞ്ഞ കഥ, അതിൽ ഈ അച്ഛൻ പോയി കടൽ ചാടാൻ പറഞ്ഞു, മകൻ നേരെ പോയി കടൽ ചാടുകയാണ്. കാഫ്കയും അച്ഛനും തമ്മിലുള്ള വൈകാരികമായ ഒരു തീവ്ര ശത്രുതയിൽ നിന്നുണ്ടായ കഥയാണത്. അതുപോലെ തന്നെ മെറ്റമോർഫോസിസ്, ഈ രൂപപരിണാമത്തിൻ്റെയും അത് തന്നെയാണ്. ആ ഫാമിലി, ആ കുടുംബത്തിലുണ്ടാകുന്ന വളരെ നേർത്ത ഏതൊരു കുടുംബത്തിലുണ്ടാകുന്ന അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ആ കുടുംബത്തിലുണ്ടാകുന്നത്. നമ്മളൊരു വളരെ ക്ലിനിക്കലായിട്ട് വായിച്ചാൽ മനസ്സിലാവും ഈ മെറ്റമോർഫോസിസിൽ. പക്ഷേ കാഫ്ക എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല അത് എഴുതിയിരിക്കുന്നത്. രൂപപരിണാമം എന്ന് പറഞ്ഞ ഒരു ഐഡിയ അതിൽ അപ്ലൈ ചെയ്തപ്പോഴേക്കും ആ കഥ മൊത്തം മാറിപ്പോയി. ആ സാഹിത്യം പുതിയൊരു സാഹിത്യമായിട്ട് മാറി. ഞാൻ പറഞ്ഞു അത് സംഭവിക്കണം എന്നാണ് പറയുന്നത്. ഒരു കൃതിയിൽ വൈകാരികത എത്ര അളവിലുണ്ടോ, ഇപ്പോൾ യൂറോപ്യൻസിൻ്റെ പോലെ നമ്മൾ വൈകാരികതയുടെ ഒരു കനം കുറയ്ക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ അതിവൈകാരിക, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഗാന്ധാരി വിലാപവും പുത്തൻപാനയൊക്കെ പറഞ്ഞത്. നമ്മളുടെ കൃതികളിലൊക്കെ ധാരാളം വൈകാരികതകളുള്ള കൃതികൾ നമുക്കുണ്ടായിട്ടുണ്ടത്. പക്ഷെ കാലം മാറി വരും തോറും, ഇപ്പോൾ ഈ ജിസ പറഞ്ഞു ഈ ചങ്ങമ്പുഴയെ സഞ്ജയൻ വിമർശിച്ചിരുന്നു. സഞ്ജയൻ മാത്രമല്ല, കുട്ടിക്കൃഷ്ണമാരാർ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു ചങ്ങമ്പുഴയെ. അത് നമ്മൾ ഈ കാലത്ത് ഇല്ലാത്തൊരു കാര്യം അതാണ്. നമ്മളുടെ സാഹിത്യകാരന്മാരെ അവരുടെ കൃതികളെയും ശക്തമായിട്ട് വിമർശിക്കുന്ന ഒരു വിമർശക വൃന്ദമോ അല്ലെങ്കിൽ വായനക്കാരോ ഇല്ല എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വായനക്കാർ എഴുത്തുകാരെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ തന്നെ വരേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നത് നമ്മളുടെ വായനക്കാർ വളരെ ഭേദപ്പെട്ട വായനക്കാരാണ്, അവരുടെ സെൻസിബിലിറ്റി വളരെ ഉയരാം. പക്ഷേ എഴുത്തുകാരാണ് കുറച്ച് ഒരു ജനപ്രിയ ആളുകൾക്ക് വേണ്ടത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കച്ചവടമാണ്, അത് ചന്തസാഹിത്യമാണത്. ആ കല ചന്തക്കലയാണത്. അതല്ല വേണ്ടത്. വായനക്കാരൻ്റെ ഒരടി മുന്നേ നടക്കേണ്ടവനാണ് എഴുത്തുകാരൻ എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഒരു നേരത്തെ ജേക്കബ് പറഞ്ഞപ്പോൾ സ്ത്രീകളാണ് വൈകാരികത കൂടുതൽ ആവിഷ്കരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അപ്പം ഞാൻ ആ രീതിയിലായിരുന്നില്ല പറഞ്ഞത്. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, സ്ത്രീകൾ വികാരജീവികളാണ്. ഇപ്പോൾ ഈ പ്രസിദ്ധീകരണങ്ങൾ അല്ലെങ്കിൽ ജനപ്രിയ പൈങ്കിളി സാഹിത്യം എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അതൊക്കെ പെണ്ണുങ്ങൾക്ക് വേണ്ടി എഴുതുന്നതാണ്, സീരിയലുകൾ എന്നൊക്കെയുള്ള ഒരു ധാരണ പൊതുവേ ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. രമണി എന്നുള്ള കഥയൊക്കെ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിവൈകാരികതയെ ചെറുക്കുന്ന ധാരാളം സാഹിത്യ രചനകൾ സ്ത്രീകൾ പഴയകാലം മുതൽ നടത്തിയിട്ടുണ്ട്.
ഇപ്പോൾ സരസ്വതി അമ്മയെ തന്നെ ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. രമണി എന്നുള്ള കഥയിൽ രമണനും ചന്ദ്രികയും വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എന്നാണ് ആലോചിക്കുന്നത്. കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു ഫെയിലിയർ ആവും ആ വിവാഹം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്രയും വികാരജീവിയായിട്ടുള്ള ഒരു പുരുഷൻ്റെ കൂടെ ഈ ചന്ദ്രിക ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം പരാജയമാകും എന്ന് വളരെ കൃത്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ പ്രാക്ടിക്കലായി. അത് ആ രീതിയിലാണ് ആ കഥയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വൈകാരികതയെ, അതിവൈകാരികതയെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള രചനകൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതേപോലെ ഇത് രണ്ടും കൂടി ചെയ്യുന്ന, നമ്മളിപ്പോഴും ആണുങ്ങൾ പറയുന്നൊരു തമാശയാണ്, കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തേയിലത്തോട്ടം വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു എപ്പോഴും കേൾക്കുന്ന ഒരു തമാശയാണ്, അത് ആൺ തമാശയാണ്. പക്ഷെ അതിൻ്റെ ശരിക്കുള്ള രൂപം ഞാൻ വളരെ പണ്ട് വായിച്ചിട്ടുണ്ട്. അത് 1945 മറ്റേ സരസ്വതി അമ്മ ഒരു കഥയിലാണ് എഴുതിയിട്ടുള്ളത്. ശാരദയ്ക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണല്ലോ, കുഞ്ഞുങ്ങളെ ജീവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ടും കല്യാണം കഴിക്കുന്നില്ലല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് കൂട്ടുകാർ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, സിനിമ കാണാൻ ഇഷ്ടമാണെന്ന് വെച്ചിട്ട് ഒരു സിനിമാ കമ്പനി തുടങ്ങുന്ന കൂട്ടത്തിലല്ല ഞാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അതിവൈകാരികതയെ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ചില ഡ്യൂട്ടീസ്, സ്ഥാപനങ്ങൾ, അതിനെയൊക്കെ വളരെ കൃത്യമായിട്ട് വിമർശിക്കുന്ന ധാരാളം രചനകൾ സ്ത്രീകളുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞു നിർത്താം. രണ്ടും, ഈ വൈകാരികതയും അതിവൈകാരികതയും വളരെ കൃത്യമായിട്ട് അതിനെ കൃത്യം ബാലൻസ് ചെയ്യുന്ന ഒരു കഥയാണ് ഗീതാഹിരണ്യൻ്റെ ശ്രീ ഭഗവതി എന്നുള്ള കഥ. അതിൽ കുറേ ദിവസങ്ങൾ കൂടി ഭർത്താവ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് നടക്കുന്ന ആളാണ്. അയാൾ കുറേ നാൾ കൂടി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം വരും. വീട്ടിലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി അവൾ മാത്രമാണ് ചെയ്യുന്നത്, ഇയാളൊന്നും അറിയുന്നില്ല. അപ്പോൾ അവൾ വളരെ ക്ഷുഭിതയാവും, ഒരു ഉന്മാദിനിയാവും. അപ്പോൾ അവളെ അതൊരു ചേട്ടാ ഭഗവതി എന്നാണ്, ചേട്ടയാണ് അവൾ. അപ്പോൾ അയാളുടെ തന്ത്രം കൊണ്ട്, നല്ല വാക്കുകൾ കൊണ്ട് അവളെ അനുനയിപ്പിച്ച് മെരുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ടും അതിവൈകാരികമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ മെരുക്കപ്പെട്ട് അത് വൈകാരികതയിലേക്ക് മാറുന്ന ആ ഒരു വളരെ തന്ത്രപൂർവ്വം അതിൽ ആ കഥയുടെ ഒരു അന്തർധാരയായിട്ട് അത് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ സ്ത്രീകൾ വികാരജീവികൾ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, അത് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതും വാങ്ങിയത്. താങ്ക് യു. ഇനി നിങ്ങൾക്കുള്ള ഊഴമാണ്. ഈ 3 എഴുത്തുകാരോടും നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം. സാർ നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഈ സാഹിത്യത്തിൽ സെന്റിമെന്റലിസം വേണ്ട എന്നുള്ള ചോദ്യം തന്നെ ശരിക്കും പറഞ്ഞാൽ അപ്രസക്ത. കാരണം വെച്ചാൽ മനുഷ്യന് അവന്റെ പരിസ്ഥിതികളിൽ ആരോടാണെന്നല്ല, ഞാൻ 3 പേരും കൂടെ, മനുഷ്യൻ എപ്പോഴും അവൻ്റെ പരിസ്ഥിതികളോട് വൈകാരികമായിട്ട് സംവദിക്കാനേ പറ്റുള്ളൂ. കാരണം വൈകാരികമായിട്ട് സംവദിക്കാതെ ഒരു കാര്യവും നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റില്ല. എഴുത്ത് അല്ലെങ്കിൽ പെയിൻറ്റിങ്, സിനിമ, പാട്ട് എന്തും ആകട്ടെ, അതിൽ ഇപ്പോൾ ഒരു രാഗം പാടുക, ആ രാഗത്തിന് ഭാവമുണ്ട്. ഇപ്പോൾ നീലാംബരി എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൻ്റെ രാഗം, ഉറക്കം എന്ന് പറയുന്നൊരു വൈകാരികാവസ്ഥയിലേക്ക് പോവുക. അപ്പോൾ വൈകാരികത കൺവേ ചെയ്യാതെ നിങ്ങളുടെ എഴുത്തോ നിങ്ങളുടെ ചിത്രം വരെയോ നിങ്ങളുടെ സിനിമയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്നും വിജയിക്കില്ല, മനുഷ്യരിലേക്ക് എത്തില്ല. അപ്പോൾ അതുകൊണ്ട് വൈകാരികത എന്ന് പറയുന്നതിൻ്റെ എസെൻഷ്യലാണ്, അതിൻ്റെ എക്സിസ്റ്റഡ് ആയിട്ടുള്ള സാധനം. എന്താണ് അതിനകത്ത് വേണ്ടത്? അതാണ് ഇപ്പോൾ ഭൂമിയിൽ മണ്ണ് വേണമെന്ന് പറഞ്ഞ പോലെയാണ് സാഹിത്യത്തിൽ വൈകാരികത വേണ്ടത്. അപ്പോൾ അതല്ലാതെ വൈകാരികതയിൽ അതിൽ കയറ്റം വേണ്ടോ താഴ്ച ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ, അത് ചോദിക്കുന്നതന്നെ മടൽ വെട്ടി അടിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. തീർച്ചയായിട്ടും നല്ല, ഇത് ഞങ്ങൾ തീരുമാനിച്ച ടോപ്പിക്കല്ല. തീർച്ചയായിട്ടും സെൻറ്റിയും മെൻ്റലുമായ ആളുകളാണെന്ന് തോന്നുന്നു എഴുത്തുകാർ. കുറച്ച് പേര് സെൻറ്റികളാണ്, കുറച്ച് പേര് മെൻ്റലും ആയിരിക്കും. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കാം. ചോദ്യമല്ല, മാത്യൂസിനോട് ഒരു കാര്യം പറയാണ്. ദാമുനായരുടെ അന്നമാണ് വായിച്ച നോവല്. അതിനകത്ത് വളരെ ക്രൂഡായിട്ടാണ് ഈ സോവിയറ്റ് ചരിത്രവും ആ കഥ പോകുന്നത്. ഒരു ഭക്ഷ്യവസ്തു കണ്ടെത്തിയിട്ട് ലോകത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാനായിട്ട് അയാൾ ശ്രമിക്കുന്നതാണ് ആ നോവലിൻ്റെ തീം. അതിനകത്തൊരു സാമൂഹ്യ ബന്ധമോ അല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധമോ കയറ്റാനായിട്ട് ദാമുനായർക്ക് കഴിയാതെ പോയതാണ് ആ നോവൽ പരാജയപ്പെടാനായിട്ട് കാരണം. ഈ നമ്മളിവിടെ ഏറ്റവും കൂടുതലായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന നോവൽ എഴുത്തുകാരനാണ് ടി.ഡി. രാമകൃഷ്ണൻ. ടി.ഡി. രാമകൃഷ്ണൻ എഴുതുന്ന നോവലുകൾ നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർതർ ഹെയ്ലി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ട്, ഇംഗ്ലീഷ് എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ നോവലുകൾ വളരെ വിചിത്രമായ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കഥാതന്തു കണ്ടെത്തി അവിടെ ഇപ്പോൾ എമംഗ് ഹൈ പ്ലേസസ് ആയാലും ഹോസ്പിറ്റലായാലും എയർപോർട്ടായാലും അവിടെ ഒരു സാമൂഹ്യ ജീവിതം ഒരു കഥാതന്തുവിലേക്ക് ഇൻജക്റ്റ് ചെയ്ത് കയറ്റിവിടുകയായിരുന്നത്. അതിനകത്ത് നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഈ സാമൂഹ്യ ജീവിതം കയറി വരുന്നുണ്ട്. ഒരു നോവലെഴുത്തുകാരനോട് നമ്മൾ എന്തോരം സെൻറ്റിമെൻ്റലിസം കയറ്റണം അല്ലെങ്കിൽ എന്തോരം കരയിപ്പിക്കണം, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. അത് അയാളുടെ സർഗചേതനയിൽ നിന്ന് വരേണ്ട ഒരു സംഗതിയാണ്. എന്തോരം കൂട്ടണം, എന്തോരം കുറയ്ക്കണം. പക്ഷേ
അജ്ഞാതനായ അല്ലെങ്കിൽ എവിടെയോ കാത്തിരിക്കുന്ന ആ വായനക്കാരന് വേണ്ടി അയാൾ നന്നായി എഴുതേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, വിമർശന സാഹിത്യ ശാഖ വളരെ ലോപിച്ചു വരുന്ന കേരളത്തിൽ ആഴമുള്ള വായനക്കാരൻ്റെ അർത്ഥപൂർണമായ മൗനമാണ് ഒരു എഴുത്തുകാരൻ എടുക്കേണ്ട ഏറ്റവും വലിയ വിമർശനം. ജിസ ടീച്ചറോടാണ് ഒരു അക്കാഡമീഷ്യൻ എന്നുള്ള നിലയിൽ കൂടി ഒരുപക്ഷെ നമ്മൾ ലോക സാഹിത്യം എന്നൊക്കെ പറഞ്ഞ് ആനി എർണോയൊക്കെ വായിച്ചിട്ട് പിറ്റേ ദിവസം സാഹിത്യമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളൊക്കെ ഗവേഷണം ചെയ്യാനായി യൂണിവേഴ്സിറ്റികളിലോ കോളേജുകളിലോ പോയിരിക്കുമ്പോൾ ഇപ്പോൾ ടീച്ചർക്ക് വന്ന ഇതേ ഇത്, കാരണം ഞാൻ പറഞ്ഞത് എന്താണ്, സ്ത്രീ എന്നുള്ള നിലയിൽ ഇന്നതല്ല ഞാൻ പറഞ്ഞത് എന്ന് വിശദീകരിക്കേണ്ടി വരുന്ന ഈ അധിക ബാധ്യത സത്യത്തിൽ സ്ത്രീകൾ എല്ലാ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം നിങ്ങൾ ഗവേഷണം ചെയ്യുമ്പോൾ, സാഹിത്യത്തെപ്പറ്റി ഗവേഷണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിദ്ധാന്തം പറയണമെന്നുണ്ടെങ്കിൽ ഈ അതിവൈകാരികതയൊക്കെ മാറ്റിവെക്കാൻ പറ്റുന്ന പുരുഷ സ്വഭാവമുള്ള ഒരാളായിരിക്കണം എന്നൊരു സാധനം വരുന്നു. അല്ലെങ്കിൽ വളരെ നൈസായി അടുത്ത ഇത് പറയുന്നു, നിങ്ങൾക്ക് മാധവിക്കുട്ടി ആവാൻ പറ്റും, പക്ഷെ ഒരു ആനന്ദിനെ പോലെ ഒന്നും ഒരു സ്ത്രീയെ കൊണ്ട് എഴുതാൻ പറ്റില്ല എന്ന അടുത്ത കമൻറ്റിലേക്ക് വരുന്നു. നമ്മൾ ഈ സെൻറ്റിമെൻ്റലിസം പറയുമ്പോൾ സത്യത്തിൽ ഇപ്പോൾ അത് ചോദിക്കാനുള്ള കാര്യം, ഇപ്പോൾ ടീച്ചർക്ക് പോലും ഞാൻ ഉദ്ദേശിച്ചത് ഇന്നതല്ലായിരുന്നു എന്നൊരു പൊതുവേദിയിൽ പറയേണ്ടി വരുന്നുവെങ്കിൽ നിത്യജീവിതത്തിൽ എത്രത്തോളം സ്ത്രീകൾ ഈ വിഷയത്തിൽ സംഘർഷപ്പെടുന്നുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് ടീച്ചർ അതിനെ നോക്കിക്കാണുന്നതെന്ന് അറിയാനാണ്. തീർച്ചയായിട്ടും പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ ഇരട്ടി അധ്വാനം ആവശ്യമുണ്ട്. എന്ത് കാര്യമായാലും, അത് വീട്ടിലെ കാര്യമായാലും പുറത്തുള്ളതായാലും എഴുത്തായാലും ചിന്തയായാലും സംസാരമായാലും ഒക്കെ നമുക്ക് രണ്ടാമതും പറയേണ്ടി വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ജേക്കബ് അത് തെറ്റി കേട്ടുപോയതായിരിക്കും. അപ്പോൾ എന്തായാലും അത് ഞാൻ ആ രീതിയിലല്ല എടുക്കുന്നത്. അപ്പോൾ പക്ഷേ ഇങ്ങനെ പറയേണ്ടി വരിക, വീണ്ടും വിശദീകരിക്കേണ്ടി വരിക, നേരത്തെ പറഞ്ഞ പോലെ മൈക്ക് രണ്ടാമത് വാങ്ങേണ്ടി വരിക എന്നുള്ളത് ഒരു പ്രതീകാത്മകമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾക്കത് രണ്ടാമത് കിട്ടണം എന്നില്ല, അത് വേറൊരു പ്രശ്നമാണ്. മിക്കവാറും ഇടങ്ങളിൽ ഇവിടെ എനിക്കത് കിട്ടി, സമയം കൊണ്ടും മോഡറേറ്ററുടെ ദയവ് കൊണ്ടും കിട്ടിയെന്ന് ഞാൻ പറയും. പക്ഷേ പല സ്ഥലത്തും നമുക്കത് കിട്ടില്ല. അപ്പോൾ ഒരിക്കൽ മാത്രമാണ് നമുക്ക് അവസരം കിട്ടുന്നത്. ആ അവസരം കൊണ്ട് തന്നെ പരമാവധി വൃത്തിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക, പരമാവധി ക്ലാരിറ്റിയോടെ പറയുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ഭാരമാണെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും അത് സാധിക്കില്ല. എപ്പോഴും എല്ലാവർക്കും എന്ന പോലെ എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ നമുക്കും അവ്യക്തതകളുണ്ട്, സംശയങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ സംസാരത്തിൽ അത് വന്നുകൂടായികയില്ല. അപ്പോൾ സ്ത്രീകളെല്ലാം പഠിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ അതിന് അത്രയും ഒരു ഇരട്ട വരയ്ക്കുള്ളിൽ കോപ്പി എഴുതുന്ന പോലെ കൃത്യമായിട്ട് പറയണം എന്നാണ് സമൂഹം പ്രതീക്ഷിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ വിചാരിച്ചു പോകാറുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന അവസരങ്ങളും ചാൻസുകളും നമുക്കില്ല. നമ്മൾക്ക് വളരെ കുറച്ച് ചെറിയ എന്താ പറയുക, വിശാലമായിട്ടുള്ള വഴിയല്ല, വളരെ ചെറിയൊരു വഴി കൂടിയാണ് നമ്മൾ നടക്കുന്നത്, തിരിച്ചു നടക്കാനും പറ്റില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് സമൂഹത്തിൻ്റെ മനോഭാവത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അത് മാറി വരുന്നുണ്ടാവും. കാരണം സ്ത്രീകൾ ചോദിച്ചു വാങ്ങുന്നുണ്ട്, മടിച്ചു നിൽക്കുന്നില്ല. അവർക്ക് രണ്ടാമതും അവസരം വേണമെന്ന് അവർ ചോദിക്കുകയും അവരുടെ അവസരം അവരെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു മാറ്റം ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. അപ്പോൾ നമ്മളുടെ അവസരങ്ങൾ നമ്മൾ ചോദിച്ചെടുക്കുക, വാങ്ങിച്ചെടുക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. അതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ, അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ആണുങ്ങൾക്കാണ് പറ്റുക, അവരാണ് കൃത്യമായിട്ട് പറയുക, ആനന്ദിനെ പോലെ എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഒരു മെറ്റഫറാണെന്ന് തോന്നും. അതാണ് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള അവസ്ഥ. മുമ്പ് പുരുഷന്മാർ മാത്രമുള്ള ഒരു വായനാ ചർച്ചയിൽ കേട്ടതാണ്. അവർ വായനയെക്കുറിച്ചൊക്കെ വളരെ വിപുലമായ വായനയെക്കുറിച്ചൊക്കെ പറയുന്നു. അപ്പോൾ അവർ വളരെ ആധികാരികമായിട്ട് പറയുന്നുണ്ട്, ഫിക്ഷൻ വായിക്കുന്നില്ല, അതാണ് ഞങ്ങളുടെ വായനയുടെ കരുത്ത് എന്ന് പറയുന്നുണ്ട്. നോൺ ഫിക്ഷൻ മാത്രമാണ് അവർ വായിക്കുന്നത്. അപ്പോൾ ആ ഫിക്ഷൻ വായിക്കാതെ നോൺ ഫിക്ഷൻ മാത്രം വായിച്ച് ഞങ്ങളാണ് വായനയുടെ അധികാരികൾ എന്നുള്ള ഭാവത്തിൽ, ആ ഒരു ധാർഷ്ട്യത്തിലൊക്കെ സംസാരിക്കാൻ അവർക്ക് സാധിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ അതിശയിച്ചു. ആ വീഡിയോ കണ്ട പലർക്കും ഞങ്ങളിത് ഷെയർ ചെയ്യുമ്പോൾ പലരും ഇതേ സമാനമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ആനന്ദിനെ പോലെ ആനന്ദം എഴുതുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് വീണ്ടും അതുപോലെ എഴുതുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. അങ്ങനത്തെ മാധവിക്കുട്ടിയെ പോലെ അതും ചോദിക്കാറുണ്ട്. മാധവിക്കുട്ടി എഴുതിയത് എല്ലാം എഴുതി കഴിഞ്ഞു, ഇനി നിങ്ങളാരും ഒന്നും എഴുതണ്ട എന്നുള്ള രീതിയിൽ നമ്മളോട് പറയുന്ന ആൾക്കാരുണ്ട്. മാധവിക്കുട്ടി പറഞ്ഞതിനപ്പുറം നിങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറയുന്ന ആൾക്കാർ ഞാൻ എൻ്റെ ചെവി നേരിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആരോപണങ്ങളൊക്കെ നിരന്തരമായിട്ടുണ്ടാവും. എനിക്ക് സ്ത്രീകളോട് പെൺകുട്ടികളോടും ഒക്കെ പറയാനുള്ളത്, നമ്മളുടെ അവസരങ്ങൾ നമ്മൾ ചോദിച്ച് രണ്ടാമതും മൂന്നാമതും ഒക്കെ വാങ്ങുക എന്ന് തന്നെയാണ്. തരുന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. പുരുഷന്മാരോടും അതാണ് പറയാനുള്ളത്. ആ ഒരു അവസരങ്ങൾ അവർ കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടവരാണ്.
അവർ നിങ്ങളുടെ മുമ്പിൽ കാണുന്നവർ മാത്രമല്ല, അവർ നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ടവരാണ്. അപ്പോൾ അവർക്ക് മുന്നോട്ട് വരേണ്ടതുണ്ട്. അവർക്കുള്ള അവസരങ്ങൾ നിങ്ങൾ വഴിമാറി കൊടുത്തിട്ടായാലും ഒരുക്കുക എന്ന് എനിക്ക് പറയാനുള്ളത്. ഒരല്പം സെൻറ്റിമെൻ്റലിസം വേണ്ടേ സാഹിത്യത്തിൽ എന്നുള്ള ടൈറ്റിൽ തന്നെ നിങ്ങളുടെ ഒരു മുൻവിധിയുടെ ഭാഗമാണ്. ഈ ഒരല്പം സെൻറ്റിമെൻ്റലിസം ഇത്തിരി വേണമെന്ന് നിശ്ചയിക്കാൻ നിങ്ങളൊക്കെ ആരാ? അപ്പോൾ മനുഷ്യന്മാർക്ക് എന്ത് വേണം എന്നുള്ളത് മനുഷ്യന്മാർ കാലാകാലങ്ങളായി തീരുമാനിക്കും. മാതൃഭൂമി ഈ ടൈറ്റിലിൻ്റെ പേരിടുമ്പോൾ ഈ ബുദ്ധിജീവികളുടെ പ്രഷറാണോ നിങ്ങൾക്ക്? ചോദ്യം, പുരോഗമന വായനക്കാർ, യൂത്ത്, യോയോ ബ്രദേഴ്സ്, ഇവരൊക്കെ കൂടെ ഈ സെൻറ്റിമെൻ്റലിസത്തിന് കൊളത്തിക്കൊണ്ടിട്ടിട്ടുണ്ട്. അച്ഛൻ്റെ അടുത്തും അമ്മ അടുത്തൊന്നും ഇവർ സഹോദരിയായിട്ട് സംസാരിക്കില്ല. സഹോദരന്മാരുടെ അടുത്ത്, ഫ്രണ്ട്സിൻ്റെ അടുത്ത്, പഴയ ഒരു കൂട്ടുകാരിയെ ഓർക്കുമ്പോൾ ഒന്നും ഇവർക്ക് സെൻറ്റിമെൻ്റൽസും ഇല്ലേ. കാക്കയോടില്ലേ, പൂച്ചയോടില്ലേ, പട്ടിയോടില്ലേ. അപ്പോൾ ഇതിൻ്റെ പേഴ്സൻറ്റേജ് നിശ്ചയിക്കാൻ നമ്മളാരാ? ഓക്കെ, അപ്പോൾ എഴുത്തുകാരോട് ഇനി അടുത്ത് പറയാനുള്ളത്, എല്ലാം ലൈഫിലുണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ലുക്ക് ക്യാമറയിൽ എങ്ങനെ വരും? ഇന്നത്തെ എൻ്റെ മേക്കപ്പ് കറക്റ്റാണോ? ആം ഐ വെയറിങ് എ ഗുഡ് ഷൂസ് ഓർ വി ആർ സിറ്റിംഗ് ദി റൈറ്റ് പ്ലേസ്? ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെൽഫായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. 12 സ്റ്റേജിൽ പോകാതെ ഇവിടെ വരുന്നവരെന്തിനാണ്? അപ്പോൾ ഇത് അവർക്ക് എമോഷൻ ഉണ്ട്, സെൻറ്റിമെൻ്റലിസം ഉണ്ട്. സോ നെവർ ഡീഗ്രേഡ് സെൻറ്റിമെൻ്റലിസം. ഗിവ് ഈക്വൽ വാല്യൂ ഫോർ എവറിത്തിങ്. എമോഷൻ, വീരം, സാഹസികത, വിളയാട്ട്, സെക്സ്, സ്പേസ്, സ്പോർട്സ്, സന്യാസം, അതുപോലെ തന്നെ ഈക്വൽ വാല്യൂ ഉള്ള ഒരു സാധനമാണ് സെൻറ്റിമെൻ്റലിസം. ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ ദാറ്റ്. താങ്ക് യു. ഞാൻ മാത്യു സാറിനോടാണ്. മാത്യു സാർ പറഞ്ഞു ഈ വായനക്കാരേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കണം എഴുത്തുകാരൻ എന്നുള്ള സാറ് പറഞ്ഞു. അപ്പോൾ ഈ അതുപോലെ തന്നെ അവർ സാഹിത്യത്തിൻ്റെ കാര്യം പോലെ തന്നെ ജീവിതത്തിലും അവർ ഒരു പടി മുമ്പിൽ നിൽക്കേണ്ടതല്ലേ എന്നാണ് എനിക്ക് ചോദ്യം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ് നമ്മുടെ ബഷീർ. ആ ബഷീർ 50-ാം വയസ്സിൽ കല്യാണം കഴിക്കാൻ ആലോചിച്ചപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചത് 15 വയസ്സുള്ള ഒരു യുവതിയെയാണ്. 10ാം ക്ലാസ് പാസ്സായിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത്. ഇനി വേറൊരാൾ MT വാസുദേവൻ. അവർ കല്യാണം പോലും വേണ്ടാന്ന് വെച്ചിട്ട് തൻ്റെ കൂടെ താമസിക്കാൻ വന്നതാണ്. അവർ ലെക്ചറായിരുന്ന പ്രമീള ടീച്ചർ. അത് അദ്ദേഹത്തിൻ്റെ മകളെ നൃത്തം പഠിപ്പിക്കാൻ വന്ന ഒരു സ്ത്രീ ആയപ്പോൾ അദ്ദേഹത്തിന് ആ മോഹം തോന്നി. ഇവരെ ചവറ് പോലെ വലിച്ചെറിഞ്ഞ് പോയ ആളാണ് MT വാസുദേവൻ. അപ്പോൾ ഇവർക്കൊന്നും ജീവിതത്തിൽ വായനക്കാരികൾ കൂടുതലായിട്ടുള്ള ജീവിതത്തിൽ അവർക്കൊരു ഇത് വേണ്ടേ, കാണിച്ചു കൊടുക്കാനുള്ളൊരു മനോഭാവം അവർക്ക് ഉണ്ടാവണ്ടേ? എഴുത്തുകാരൻ മാതൃകാപരമായി ജീവിക്കുന്ന പുരോഹിതനൊന്നുമല്ല. അത് നിങ്ങൾ പുരോഹിതന്മാരെ, ആദർശധീരന്മാരെ, ആധ്യാത്മിക ഗുരുക്കളെ നോക്കിയാൽ മതി. എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ അയാളുടെ എഴുത്ത് നല്ലതാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അത് ആസ്വദിക്കാൻ പറ്റിയാൽ ആസ്വദിക്കുക. അവൻ്റെ സെൻസിബിലിറ്റി ഒരടി മുന്നിലായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്, ജീവിതമല്ല. അത് നമ്മുടെ കയ്യിലല്ല. ഇപ്പോൾ താങ്കൾ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയില്ല, അപ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല. അതൊക്കെ അവരവരുടെ ജീവിതം അവരവർ ജീവിച്ചു പോകുകയാണ്. എൻ്റെ പാടില്ല എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. എൻ്റെ വർക്ക് ഓഫ് ആർട്ട് മാത്രമാണ് പബ്ലിക് ഡൊമൈനിലുള്ളൂ. അത് മാത്രം നിങ്ങൾ കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് പറയാനുള്ളത്, വൈകാരികത തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അത് കഥാസന്ദർഭത്തിനും കഥാപാത്രങ്ങൾക്കും നിരക്കുന്ന രീതിയിൽ തന്നെ വേണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പ്രിയ മാഡം പകുതി വെച്ച് പറഞ്ഞ് പിന്നെ അതിലേക്ക് പോയി. അത് ജനപ്രിയ സാഹിത്യമാണ്. എന്തൊക്കെ ജീർണാവസ്ഥകൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ അനഭിലഷണീയമായ പ്രവണതകൾ ഉണ്ടെങ്കിലും, അത് ഒരുപാട്, പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂറിൽപ്പെട്ട ഒരുപാട് സ്ത്രീകളെ അക്ഷരത്തിൻ്റെ മഹാലോകത്തിലേക്ക് അത് കൂട്ടിക്കൊണ്ടുവന്നു. അതിൽ ഒരുപാട് പേര് വിശ്വസാഹിത്യത്തിൻ്റെ നഭസിലേക്ക് ചിത്രശലഭങ്ങളെപ്പോലെ പറന്നുയർന്നു. ആ ഒരു സംഭാവന നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ജനപ്രിയ സാഹിത്യത്തിൻ്റെയോ പൈങ്കിളി സാഹിത്യത്തിൻ്റെയോ അധമ സാഹിത്യത്തിൻ്റെയോ എത്ര രൂക്ഷമായ പദങ്ങൾ കൊണ്ട് പ്രയോഗിച്ചാലും ആ ഒരു വശം നമ്മൾ കാണാതെ പോകരുത്. പിന്നെ അതിലടങ്ങിയിരിക്കുന്ന ഒരുപക്ഷെ അമിതമായ വൈകാരികതയും അസംഭാവ്യതയുമായിരിക്കണം ചിലപ്പോൾ കുറേ ആൾക്കാരെയൊക്കെ തെറ്റിക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് അതിൻ്റേതായ ചെറിയ സംഭാവനകൾ വിശാലമായ സാഹിത്യലോകം പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതങ്ങനെ ആകണ്ടേ എന്നാണ് മാത്യു സാറിനോട് എൻ്റെ വിനയനിർഭരമായ ചോദ്യം. ഞാനൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ സ്ത്രീകൾ മുന്നോട്ട് വരണം. നമ്മൾ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അതൊക്കെ പണ്ടല്ലേ. ഇന്നിപ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? അപ്പോൾ സ്ത്രീ, പുരുഷൻ, ഇതര കമ്മ്യൂണിറ്റി
അതുപോലെ നമ്മൾ നോക്കും, ഞാനൊരു സ്ത്രീയാണ്, ഒരു കഥാകൃത്താണ്, ഒരു നോവലിസ്റ്റൊക്കെയാണ് കാര്യം. പക്ഷേ ഞാനൊരു സ്ത്രീ എന്നുള്ള ഒരു പ്രിവിലേജും എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം 2 കൈയില്ലാത്ത, 2 കാലില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അവരെല്ലാവരും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ ഉള്ള അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അതൊക്കെ പണ്ട് കാലത്തെ ഭാവനയല്ലേ. സ്ത്രീ പുരുഷൻ്റെ പുറകെയാണ്. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഇപ്പോഴത്തെ കോളേജ് കുട്ടികൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? നമുക്ക് സമത്വം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നമ്മൾ അങ്ങനെയല്ല എന്ന് കരുതി നമ്മൾ പുറകോട്ട് പോവാതെ നമ്മൾ അവരുടെ ഒപ്പമാണ്. ഇപ്പോൾ ശരിക്കും നോക്കൂ, കേരളത്തിലെ എല്ലാ കാര്യങ്ങളും പുരുഷന്മാരെക്കാൾ, ആൺകുട്ടികളെക്കാൾ കൂടുതൽ ഡിസിഷൻസ് എടുക്കുന്ന പെൺകുട്ടികളാണ്, സ്ട്രോങ് ആണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റു കമ്മ്യൂണിറ്റികളും, ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ ഒന്നുമില്ലാത്ത ആളുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊന്നും ഇനി സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു വേർതിരിവ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഞാനൊരു അവർണ സമുദായത്തിൽ ജനിച്ച ഒരാളാണ്, ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അർഹമായി കിട്ടേണ്ട ഒരു പ്രാതിനിധ്യമുണ്ട്, അതെനിക്ക് കിട്ടണമെന്ന് വാശിയോടെ ആവശ്യപ്പെടുന്ന ഒരാളാണ് ഞാൻ. അത് സ്ത്രീകളുടെ കാര്യത്തിലും അത് ആവശ്യമാണ്. ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ഒരാളുടെ അവകാശമാണ്. അത് മീൻസ് പ്രിവിലേജ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ കാണാൻ പറ്റത്തില്ല. അവകാശമാണ്. ഇപ്പം താങ്കൾ പറഞ്ഞു താങ്കളുടെ അവകാശം താങ്കൾക്ക് കിട്ടണം, സ്ത്രീകൾക്ക് കിട്ടേണ്ടത് സ്ത്രീകൾക്ക് കിട്ടണം. പക്ഷേ അത് മാത്രമല്ലല്ലോ ഈ സമൂഹത്തിൻ്റെ പ്രശ്നം, എല്ലാവർക്കും കിട്ടണ്ടേ? അതല്ലാതെ നമ്മൾ മുന്നോട്ട് വരണം എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ, നമ്മളെക്കാൾ വളരെ ബലഹീനരായിട്ടുള്ള ആളുകളും ഉണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. നമുക്ക് കിട്ടണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള നറേറ്റീവ്സ് തന്നെയാണ് സവർണരായിട്ടുള്ള ആൾക്കാർ, നിങ്ങളെക്കാട്ടിയും പുറകിൽ നിൽക്കുന്ന ആൾക്കാരെ നോക്ക്, അതിനും പുറകിൽ നിൽക്കുന്ന ആൾക്കാരെ നോക്ക് എന്ന് പറയുന്നത്. അതിനോട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്കുള്ള അവകാശം ഞാൻ നേടിയെടുക്കും. മറ്റുള്ളവന് കിട്ടുന്ന അതിനുവേണ്ടി ഞാൻ സംസാരിക്കും. എൻ്റെ പുറകെ നിൽക്കുന്നവന് കിട്ടുന്നതിന് വേണ്ടി ഞാൻ സംസാരിക്കും. പക്ഷെ എനിക്കുള്ളത് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമമായ ലക്ഷ്യം. അതെ, താങ്കൾക്കുള്ളത് കിട്ടുക എന്നുള്ളതാണ് താങ്കളുടെ ലക്ഷ്യം അല്ലേ? അതുപോലെ തന്നെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, എല്ലാവരും ഇപ്പം നിങ്ങൾ ഓരോരുത്തരും പറയുമ്പോൾ അതല്ലാത്തവർക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് താല്പര്യം. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് നമുക്ക് പറയാം. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീ പുരുഷന് മാത്രം പറയാതെ മറ്റുള്ളവരെയും കൂടി നമ്മൾ ഉൾക്കൊള്ളിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ചർച്ച അവസാനിക്കാറായി. ഈ സെഷനിൽ 3 എഴുത്തുകാരും, നമ്മുടെ ഒപ്പമുള്ള എഴുത്തുകാരും പ്രത്യേകിച്ചും സദസ്സും വളരെ വ്യക്തമായ രീതിയിൽ നമ്മൾ ഈ സെൻറ്റിമെൻ്റലിസം, എനിക്ക് തോന്നുന്നത് ജിസ ടീച്ചർ പറഞ്ഞ, നമുക്കൊരു മോഡറേറ്ററായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു അച്ചടിച്ച ഒരു ലേഖനം നമ്മുടെ കൈ തന്നിട്ട് നമ്മൾ പോയിന്റ് പറയുകയല്ല, നമ്മൾ അന്നേരം കേട്ടതിൽ നിന്നുണ്ടായ ചില ഇതിൽ നിന്നായിരിക്കും നമ്മളൊരു മോഡറേറ്റർ ഒരു ചോദ്യം അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അതൊരു തെറ്റിദ്ധാരണയല്ലായിരുന്നു. കാരണം അത് വളരെ മിനിറ്റിൽ പെട്ടെന്ന് സംഭവിക്കുന്നതാണല്ലോ ഈ മോഡറേറ്റർ എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ഇത് വളരെ ഗംഭീരമായ ഒരു ചർച്ചയായിരുന്നു. എല്ലാവർക്കും നമ്മൾ ഏകദേശം എല്ലാ എഴുത്തുകാരായാലും സദസ്സായാലും ഒറ്റയ്ക്ക് യോജിച്ച കാര്യം, എഴുത്ത് വൈകാരികതയുടേതാണ്. വൈകാരികത ഉണ്ടെങ്കിൽ മാത്രമേ എഴുത്തുകാരന് എഴുതാൻ പറ്റൂ. വായനക്കാരൻ ആ വൈകാരികത കൊണ്ടാണ് വായിക്കുന്നത്. ചിലപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞാലും അതിൽ ഞാൻ സന്തോഷിക്കുന്ന ഒരു എഴുത്തുകാരൻ ഞാൻ എന്ന് മാത്യൂസ് സാറിനോട് വിയോജിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി പറയുന്നു.